5 വിരലുണ്ടല്ലേ? ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. 5 വിരൽ. ഈ എല്ലാ വിരലും ഏറ്റവും താന്നിരിക്കുന്ന വിരലാരാ? അല്ലേ? തം ഫിംഗർ. ഈ വിരലുകളെല്ലാം പറയുക ഞങ്ങളൊക്കെ ഉയർന്നവരാ, നീ താന്നതാ, നോക്ക് നീ താന്നവനാ, നിനക്ക് ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാനുള്ള, അതുകൊണ്ട് ദൈവം നിന്നെ താത്തതാ. നമ്മളൊക്കെ ഈ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും ദൈവമക്കളെ. ചിലരെ നോക്കി നമ്മൾ ഇതൊക്കെ പറയും, ഞങ്ങൾക്ക് മാത്രമേ സ്റ്റാറ്റസ് ഉള്ളൂ, ഞങ്ങളുടെ ലെവലിനനുസരിച്ച് നീ താന്നതാ. ദൈവമക്കളെ, സഭയുടെ പ്രത്യേകത ഞാൻ പറയുവാണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിലയിലും വിലയിലും നിൽക്കുന്ന സഭയെ, വിശ്വാസികളെ, നിങ്ങൾ ഈ ലോക്കൽ അല്ലെങ്കിൽ താന്നവൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കപ്പ് എടുക്കാൻ പറ്റുമോ? ഒന്ന് എടുത്തു കാണിച്ചേ, ഒന്ന് ട്രൈ ചെയ്തേ. എൻ്റെ കയ്യിൽ ഒരു കപ്പുണ്ട്, ഞാൻ ഈ വിരൽ കൊണ്ട് എടുക്കുക, ശക്തിക്ക് എടുക്കുക. പക്ഷെ ഇതിനകത്ത് വെള്ളം നിറഞ്ഞ് കനമുള്ള എന്തെങ്കിലും എടുത്ത് കുടിക്കാൻ നോക്കി കഴിഞ്ഞാൽ വീഴും. അപ്പൊ എനിക്ക് എന്ത് വേണം? ഈ വിരലും കൂടെ വേണം. അതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 പേര് കൂടി ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ചെറിയ വ്യക്തി ഒന്ന് താങ്ങിക്കൊടുത്താൽ എല്ലാം ചെയ്യാൻ പറ്റും. ഈ ഒരാഴ്ച ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരും ഇനി തം ഫിംഗർ ഉപയോഗിക്കാതെ വീട്ടിലെ പണിയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം. തുണി മടക്കണം, തം ഫിംഗർ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ താത്ത് നിർത്തിട്ടുണ്ടോ ഓർത്തോണം. അവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? അവരെ ചില സമയത്ത് നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിൽക്കാൻ പോകുന്നു. നമ്മൾ ആരെ തഴഞ്ഞു നിർത്തിയോ, നമ്മൾ ആരെ മാറ്റി നിർത്തുന്നോ, അവരെ ഒരു സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ സപ്പോർട്ടീവ് സിസ്റ്റമാക്കി മാറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉത്തമം അതാണ്. നമ്മുടെ ബൈബിളിൽ ആരെ നോക്കിയാലും ആരെയൊക്കെ സഹോദരങ്ങൾ തഴഞ്ഞിട്ടുണ്ടോ? ദാവീദേ നീ ഇടയനാ, ചേട്ടന്മാര് വലിയ ഗമയുള്ളവരാ, വലിയ ടൈറ്റിലും രാജാവിന്റെ വലിയ പണിക്കാരൊക്കെയാ. പക്ഷേ ഉണ്ടല്ലോ, ഗോലിയാത്തിനെ കൊല്ലണമെങ്കിൽ ഇവൻ വരണോന്ന്, ഈ താന്നവൻ വരണോന്ന്. മനസ്സിലായോ? അതുകൊണ്ട് സ്റ്റാറ്റസും വിലയൊന്നും അല്ല കേട്ടോ ദൈവത്തിനാകം. കർത്താവ് നോക്കുന്ന നീ ഇവരെ ചേർത്ത് പിടിക്കുവെന്നാ. ആകിയാൽ ദൈവമക്കളെ മടങ്ങി വരണം. ക്രിസ്തു എന്ന സഭ മടങ്ങി വരാറായി. ഹല്ലേലൂയ, മടങ്ങി വന്നേ പറ്റൂ. ഇത് ഞാൻ വീണ്ടും പറയുന്നതിന്റെ കാര്യം, കർത്താവിന്റെ വരവെടുത്തു. സഭ ഉണർത്തപ്പെടണം, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആരോടെങ്കിലും ഇവിടെ പറഞ്ഞ പോലെ കയ്പിന്റെ വേരോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റി, സഹോദരി സഹോദരാ, വർഷങ്ങളായി എന്റെ ഉള്ളിൽ നിന്നോട് വിഷമമുണ്ട്, എന്നോട് ക്ഷമിക്കണം. കർത്താവിന്റെ വരവിൽ നീ പോകാനും ഞാൻ പോകാനും തടസ്സമായി ഇത് കൊണ്ടാവല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ കർത്താവ് ഒന്ന് പോകാതെ ഇവിടെ കിടക്കുന്ന അവസ്ഥ? നാട്ടുകാർ കല്ലെറിയും കേട്ടോ, നാട്ടുകാർ കല്ലെറിയും. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോവുക. നമ്മൾ ഇന്ന് ഓടുന്നത് ലോകത്തിന്റെ പുറകെയാ. ദൈവാത്മാവ് ശക്തമായി ചിലരോട് ദൂത് പറയുക, ഉപജീവന ചിന്തകളാൽ ഹല്ലേലൂയ വലഞ്ഞു പോവല്ലേ. മാലിന്യം വീട്ടിൽ എടുത്തു കയറ്റരുതേ. കളഞ്ഞതൊക്കെ കളഞ്ഞതായിരിക്കണം, വീണ്ടും അത് കയറ്റരുത്. ഹല്ലേലൂയ, ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിപ്പോവരുത്. 2 സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അന്യോന്യം ഒരു സ്നേഹബന്ധം, അന്യോന്യം ഒരു കരുതൽ. ക്രിസ്തുവിന്റെ സഭയെ ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓർക്കണം, അത് എന്റെ ഒരു ശരീരത്തിലെ അവയവം തന്നെ. ദൈവങ്ങളെ, നടുവേദന വന്നാൽ തന്നെ ആദ്യം ഓടി ചെല്ലുന്ന ആരാ? നമ്മുടെ കൈയല്ലേ. തലവേദന വന്നാലും ഓടി വരും നമ്മുടെ കൈയല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ശരീരം, ഡോക്ടർ ഏഞ്ചൽ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഐ വാസ് എ നേഴ്സ്. ഐ ലേൺ അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഞാൻ കരയുമായിരുന്നു ക്ലാസ് ഇരുന്നു. കർത്താവ് എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവം ബോഡിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അത്ഭുതകരോ അതിശയകരമായിട്ട്. അപ്പൊ പോള് ബോഡി ആയിട്ട് ക്രിസ്തുവിന്റെ സഭയെ കാണിച്ചിരിക്കുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യയെ സ്നേഹിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് സോ പവർഫുൾ. മനസ്സിലായി ഞാൻ ഈ പറയുന്നത്?